പലസ്തീനിലെ കണ്ണീര് എല്ലാവരുടെയും കണ്ണീരാണ്. ജനം ആരാണെങ്കിലും മനുഷ്യൻ ആരാണെങ്കിലും അവന്റെ കണ്ണീര് എല്ലാവരെയും കണ്ണീരാണ്. പക്ഷെ അത് പലസ്തീനിൽ മാത്രം ഒതുങ്ങി ആ ഒരു പ്രദേശത്തേക്ക് മാത്രം അത് കേന്ദ്രീകരിച്ച് അത് മാത്രമായിട്ട് മാറുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ പഹൽഗാമില് അവിടെ കൊല നടന്നപ്പോൾ ഇവിടെ ഭാരതത്തിന്റെ പതാക ഉയർത്തിയ എത്ര പേരുണ്ട്? ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ പതാക ഉയർത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല. പകരം പാലസ്തീന്റെ പതാക എല്ലാ മൈമിലും കോൽക്കളിയിലും ഉത്സവത്തിലും ഒരു സ്പോർട്സിലെ ഒരു വിജയമായാൽ പോലും അവിടെ എല്ലാം ഈ പാലസ്തീന്റെ പതാക. എന്താ ഇന്ത്യയുടെ പതാകയോട് ഇവർക്ക് ഇത്രയും വൈക്ലഭ്യം? എന്തുകൊണ്ട് പഹൽഗാമിലുണ്ടായപ്പോൾ ഇന്ത്യയുടെ ദേശീയതയെ ഇവർ ഉയർത്തിപ്പിടിക്കുന്നില്ല? അപ്പോൾ ഇവർ അജണ്ടയോടുകൂടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ ഇവിടുത്തെ സാംസ്കാരിക നായകരായിക്കോട്ടെ, ഇവിടുത്തെ ക്രൈസ്തവർ എന്ന് പറയുന്നവരാകട്ടെ, ഹിന്ദുക്കൾ എന്ന് പറയുന്നവരാകട്ടെ, ഇവിടുത്തെ നല്ല മുസ്ലിമുകൾ എന്ന് പറയുന്നവരായിക്കോട്ടെ, അവർ എല്ലാവരും അതിന്റെ പിന്നിലെ അജണ്ട തിരിച്ചറിയാതെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇവരാരും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ആ കൂടി ഭീകരർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു നല്ല മുസ്ലിം ആണെങ്കിൽ പോലും അവൻ സത്യത്തിന് വേണ്ടി നിലനിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവരുടെ തക്കിയകളും ഇവരുടെ ഗീബൽസിയൻ നുണകളും അതെല്ലാം ഏറ്റുപാടുന്നവർക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു നാടായിട്ട് നമ്മുടെ ഈ കേരളം മാറും.